ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നോസാണ്. നോസ് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും, പക്ഷേ ഷെയ്ഡിങ് അതേപോലെ കളറിങ്ങിലൊക്കെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. അപ്പോൾ കളർ ടോണ് മാറ്റുന്നത് ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ലൈറ്റ് ടോണുകളാണ് എടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിന് ഷേപ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് നോട്ട്സ് എങ്ങനെയാണ് ഔട്ട്ലൈൻ ഇടുക എന്നുള്ളതൊക്കെ കേട്ടോ. പിന്നെ ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം നോട്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുക ഡാർക്കിൽ ചെയ്യരുത്. അപ്പോൾ എത്ര ഷെയ്ഡിങ് വൃത്തിയായാലും അതിൻ്റെ ഔട്ട്ലൈൻ കാണുമ്പോൾ ഒരു വൃത്തികേടാണ് കേട്ടോ. പിന്നെ ഹൈലൈറ്റുള്ള ഭാഗങ്ങളൊക്കെ ലൈറ്റായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. വളരെ ലൈറ്റായിട്ട് വേണം കേട്ടോ അത് മാർക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട്. ഹൈലൈറ്റൊക്കെ എവിടെയൊക്കെ ഷെയ്ഡും ഡാർക്കും ഒക്കെ വരുന്നുണ്ട് നോക്കി അതൊക്കെ മാർക്ക് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രം കേട്ടോ. നമ്മൾ ഈ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് യെല്ലോ ഓക്കറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഔട്ട്ലൈനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കൊടുക്കണം. കാരണം നമ്മൾ കളർ ചെയ്തതിന് ശേഷം ഈ ഒരു ഔട്ട്ലൈന് ഇങ്ങനെ കാണാൻ പാടില്ല കേട്ടോ. കളറിങ് മാത്രമേ കാണാൻ പാടുള്ളൂ, ഔട്ട്ലൈന് കാണാൻ പാടില്ല. ഹൈലൈറ്റുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്യരുത്. അതിന് പേപ്പറിൻ്റെ വൈറ്റ്, അതായത് നമ്മുടെ ബുക്കിൻ്റെ പേജിൻ്റെ വൈറ്റ് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ മാറ്റി ഒഴിവാക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഈ ഒരു കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ ഓക്കർ, ഇതുപോലെ ലൈറ്റ് പിങ്ക്, അതായത് സ്കിൻ ടോണുമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു കളറാണിത് കേട്ടോ. പിങ്ക് എന്ന് പറയാൻ പറ്റില്ലൊരു ഏകദേശം ഒരു സ്കിൻ ടോണ് അത്, പിന്നെ ബ്രൗണ്, ബ്ലാക്കൊക്കെ ഏറ്റവും ലാസ്റ്റ് കളറിങ് ചെയ്യേണ്ടതാണ്. നമ്മൾ നോസിൻ്റെ ഹോളൊക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് തന്നെ കുറച്ച് ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫിനിഷിങ് സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ ബ്ലാക്ക് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏത് കളേഴ്സും വളരെ ലൈറ്റായിട്ട് വേണം നിങ്ങൾ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടോൺ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഷേപ്സ് കറക്റ്റായിട്ടൊരു 3D എഫക്റ്റിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾ ലൈറ്റായിട്ട് ചെയ്യുക. ലൈറ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ടോൺ ചെയ്യുമ്പോൾ അത് നല്ലൊരു പെർഫെക്ഷനിൽ നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ വർക്കും നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക, എങ്കിലാണ് നമ്മൾ വലിയൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.